കേൾക്കുന്ന ചില വാർത്തകളിലെ ഉള്ളടക്കം ഒരുപക്ഷെ കൗതുകം നമ്മുടെ ഉള്ളിൽ നിറയ്ക്കാം. അധികം സമയമെടുക്കാതെ എങ്ങനെ ഇത് ഭയമായി മാറുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് മറ്റത്തൂരേത്. തൃശ്ശൂർ ജില്ലയിലെ കിഴക്കൻ ഗ്രാമമാണ് മറ്റത്തൂർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എന്തൊക്കെ നടക്കുമെന്ന പരീക്ഷണ കളരിയായി ആ നാടിനെ BJP മാറ്റി ഇതിനോടകം ചർച്ചയായി കഴിഞ്ഞു. LDF 10, UDF 8, BJP 4, സ്വതന്ത്രർ 2 എന്നിങ്ങനെയായിരുന്നു സീറ്റ് നില. സ്വാഭാവികമായും LDFന് പഞ്ചായത്തിൽ ഭരണത്തുടർച്ച ഉണ്ടാകണം. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ട 8 കോൺഗ്രസ്സുകാരൻ രാജിവെച്ച് BJPക്കൊപ്പം ചേർന്നുകൊണ്ട് ജനാധിപത്യം അട്ടിമറിച്ചു. ജയിച്ചു വന്ന കോൺഗ്രസ്സുകാർ ഒരാൾ പോലും അവശേഷിക്കാതെ കൂട്ടത്തോടെ BJPയായി മാറിയതിൻ്റെ കൗതുകം ഭയമായി മാറുന്നത് ചുരുക്കം പേരിലേക്ക് ഒതുങ്ങിരുന്നത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെയാണ് കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്തതും ഉത്തരേന്ത്യയിൽ സ്വാഭാവികമായതുമായ സംഭവം അരങ്ങേറിയത്. വിമതയായി വിജയിച്ച ടെസി പ്രസിഡന്റായി. വൈസ് പ്രസിഡന്റായി കോൺഗ്രസ് നിന്ന് രാജിവെച്ച് നൂർജഹാൻ തെരഞ്ഞെടുക്കപ്പെട്ടു. ഈ കൂടുമാറ്റം ചുക്കാൻ പിടിച്ചത് DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രനാണെന്നാണ് കോൺഗ്രസ്സുകാർ തന്നെ ആരോപിക്കുന്നത്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. പണം കിട്ടിയാൽ BJPയുമായി യാതൊരു പ്രശ്നവുമില്ല എന്നാണ് കോൺഗ്രസിന്റെ ലൈൻ. 10 വർഷത്തിനിടെ കോൺഗ്രസ് വിട്ടത് 350-ലേറെ നേതാക്കളും ജനപ്രതിനിധികളുമാണ്. 100-ലധികം MLAമാരും നിരവധി MPമാരും ജനപ്രതിനിധികളും പാർട്ടി വിട്ടിട്ടുണ്ട്. കൂടുതൽ പേരും BJP പാളയത്തിലേക്കാണ് എത്തിയത്. കേന്ദ്രമന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ, സംസ്ഥാന ഭാരവാഹികൾ, MLAമാർ, MPമാർ തുടങ്ങി ലീഡർഷിപ്പിലായിരുന്നവർ തന്നെ പാർട്ടിയെ കൈവിട്ടു. കേരളത്തിൽ ഇടതുപക്ഷത്തെ തോൽപ്പിക്കുന്ന ഒറ്റ ലക്ഷ്യത്തിൽ ആർക്കൊക്കെ കോൺഗ്രസ് വഴങ്ങിക്കൊടുത്തിട്ടുണ്ടെന്നത് ഓരോ പഞ്ചായത്ത് എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ബേപ്പൂർ, വടകര, നേമം, തൃശ്ശൂർ എന്നിവിടങ്ങളിലെല്ലാം കണ്ട കോലീബി സഖ്യം കൂടുതൽ പരസ്യമാവുകയാണ്. 36 MLAമാരെയും കൂട്ടി ഒരു രാത്രി കൊണ്ട് അരുണാചൽ പ്രദേശിലെ പേമ കണ്ടു BJPയിൽ ചേർന്നതിനെ കളിയാക്കുമ്പോൾ ഇനി അല്പ ശബ്ദം കുറയ്ക്കാം. കേട്ട് മാത്രം പരിചയിച്ച കാര്യങ്ങൾ നമ്മുടെ അരികത്തുണ്ട്.